ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കാര്യമുണ്ട്. നമ്മളെല്ലാരും ആദ്യമായിട്ട് എവിടെയായിരിക്കും നിങ്ങൾ വിചാരിക്കണം? നമ്മളിന്ന് എവിടെ പോണ? ഗുരുവായൂർ. നമ്മള് ഗുരുവായൂരാണ് പോണത്. ഗുരുവായൂർ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോണത്. പക്ഷെ നമ്മള് ട്രെയിനിന് ആദ്യത്തെ പ്രാവശ്യമാണ് ഫ്രണ്ട്സ് പോണത്. നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സന്തോഷം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രെയിൻ കയറാൻ പോണത്. ഞങ്ങൾ ആരും ട്രെയിനിൽ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം കയറാൻ പോണേന്. ഫാമിലി ആയിട്ട് വന്നേക്കാം. ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. ഫാമിലി എല്ലാവരും ഓടിയിട്ട് നമ്മള് ട്രെയിനിൽ കയറിയിരിക്കണേന്. നമ്മള് കൊറേ കാഴ്ചയൊക്കെയാണ്. ഞങ്ങള് വിൻഡോ സീറ്റിലാണ് ഇരിക്കണത്. എന്താന്ന് അറിഞ്ഞൂടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഷിയൊക്കെ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് എണ്ണിരിക്കണേ. 5-6 മണിക്കത്തെ ട്രെയിനിൽ പോകാനായിട്ട് 3 മണിക്ക് എണ്ണിട്ട് റെഡി ആയിട്ടിരിക്കണേ. 3:30 കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കണേ ഷിയോ. നമ്മുടെ നോർത്തില് 1 മിനിറ്റ് ആണ് ഫ്രണ്ട്സ് നിർത്തിയിട്ടത്. നമ്മള് പെട്ടെന്ന് പ്ലാറ്റ്ഫോം മാറിപ്പോയിരുന്നത്. ഞങ്ങള് വേറെ പ്ലാറ്റ്ഫോമിലാണ്. ഓടി വന്ന് ഞങ്ങൾ വേഗം കേറി. ജസ്റ്റ് ഞങ്ങൾ കേറിയപ്പോ തന്നെ ട്രെയിൻ എടുത്തപ്പോഴത്തേക്ക് അത്ര സമയം മാത്രമാണ് അവിടെ ട്രെയിൻ നിൽക്കണുള്ളൂ. പിന്നെ നമുക്ക് ആകെ 25 രൂപയുള്ളൂ കേട്ടോ. ഒരാൾക്ക് 25 രൂപയുള്ളൂ കേട്ടോ. നമ്മള് ഗുരുവായൂരൊക്കെ ട്രെയിനിന് പോണത് എളുപ്പം. മറ്റേതല്ലേ എന്താണ് ഗുരുവായൂർ എക്സ്പ്രസ്. സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗുരുവായൂർ വരെ ഉള്ളൂ ഈ ട്രെയിൻ ഉള്ളത്. ഫ്രണ്ട്സ്, നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന കാരണം കൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളപ്പോ ലൈറ്റ് ആയിട്ടൊരു ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ദിയക്ക് അച്ഛൻ വായിട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, അവള് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ കാരണം ദിയക്ക് വായിട്ട് കൊടുക്കുകയാണ്. ഷിയുവിന് അങ്ങനെയൊന്നുമില്ല. ഷിയു അവന്റെ വയറൊക്കെ നിറച്ച് അവൻ സെറ്റ് ആയിട്ടുണ്ട്. അതെ, അവരും വാങ്ങിച്ചിട്ടുണ്ട് വയറോട്ട്. അപ്പൊ അതേ ഷിയുവും ദിയയും ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന അധികമല്ല, ലൈറ്റ് ആയിട്ട് ചെറിയ 1-2 ഇഡ്ഡലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് നമ്മൾ എടുത്തേക്കണത്. അവിടെ കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് പാത്രം ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റിലെ പാത്രത്തിലാണ് എടുത്തേക്കണത്. അപ്പൊ ദിയതെ ട്രെയിൻ യാത്ര നല്ലോണം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിയക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ എവിടെ പോയെങ്കിലും ട്രെയിനിൽ പോയാൽ മതി എന്നാണ് ദിയ പറയണത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പാർട്ട്മെന്റിൽ അധികം ആൾക്കാരുണ്ട്. നമ്മളും പിന്നെ വേറെ 2 ചേച്ചിമാരും മാത്രമേ ഉള്ളൂ. വേറെ ആരും നമ്മുടെ കമ്പാർട്ട്മെന്റിൽ ഇല്ല. കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ചേരം കഴിയുമ്പോ ചിലപ്പോ ആൾക്കാർ വരുമായിരിക്കും, അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ദിയയുടെ എക്സൈറ്റ്മെന്റ് കൂടി ദിയ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അവർക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല. കുറെ നേരം വിൻഡോ സീറ്റ് ഇരിക്കും, കുറെ നേരം അവിടെ ഇരിക്കും, കുറെ നേരം ഇവിടെ ഇരിക്കും. ഇപ്പൊ ഒന്നും പറ്റാണ്ടിട്ട് അവിടെ പോയി ഡാൻസ് കളിക്കുന്നത്. കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് നിങ്ങള്?
നല്ല തിരക്കാണ് നമുക്ക് ദർശനം ചെയ്യാനായിട്ട് നമുക്ക് നല്ല തിരക്കാണ് അല്ലേ ദിയക്ക് തിരക്ക് കണ്ടിട്ട് ദിയക്ക് ആകെ ടെൻഷനുണ്ട്. ഇവിടെ അനൗൺസ്മെന്റ് ഒക്കെ കേട്ടോണ്ടിരിക്കണേണ്. പിന്നെ നമുക്കിപ്പോ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ അതൊന്നും നമുക്ക് അതിലോട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കാണ്. അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട. കാരണം വീഡിയോ അധികം സമയം കളയുന്നില്ല. സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദർശനം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ക്യൂ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഉച്ചയ്ക്കായാലും നമുക്ക് ദർശനം കിട്ടില്ല. അപ്പൊ അത് കാരണം നമുക്ക് ആദ്യം തന്നെ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. നമുക്ക് എന്തായാലും അകത്തൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ദിയക്ക് ഏത് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു മുല്ലപ്പൂ ആവശ്യമുണ്ട്. അപ്പൊ ദിയക്ക് ഞങ്ങളുടെ പിങ്ക് കളറിലെ മുല്ലപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഷിയുവിന് ഈ സാധനങ്ങളൊന്നും മുല്ലപ്പൊക്കെ വെക്കാൻ പറ്റാത്തന്നെ പോകുമ്പോഴത്തേനും കുറെ പർച്ചേസിങ് ഉണ്ടെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ എന്തായാലും നമുക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ദർശനം കണ്ടു കഴിഞ്ഞിട്ട് ആവണം അല്ലേ? അതെ, കുറെ സാധനങ്ങളൊന്നും പറയരുത് കേട്ടോ, കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് തൊഴുതിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോസിലൊക്കെ കിടക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ ഏകദേശം നമ്മൾ കഴിഞ്ഞിരിക്കണേ. നമ്മൾ തൊഴുതെല്ലായിടത്തും അകത്തൊക്കെ തൊഴുതിറങ്ങി. ഇപ്പൊ ഏകദേശം സമയം 1:45 നമ്മള് എത്ര മണിക്കാണ് ചെയ്യാ? 9:30 മുതൽ നമ്മൾ ക്യൂ നിൽക്കണേണ്ട. നല്ല തിരക്കായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചെണ്ടോട്ട് അതെ അല്ലേ. അപ്പൊ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും നല്ല തിരക്കുണ്ട് അകത്ത് കയറാനായിട്ട്. അപ്പൊ നമ്മള് തൊഴുതൊക്കെ ഇറങ്ങി. പിന്നെ അതെ, കുളത്തിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. സിലോപ്പിയാണ്. അതെ, കൊറേ മീനുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കുളത്തില്. ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഗുരുവായൂർ വിശേഷങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടൺ നിൽക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണാം. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.